നരേന്ദ്രമോദിയെ വീണ്ടും പ്രശംസിച്ച് ശശി തരൂർ. സ്വതന്ത്ര ഇന്ത്യയിൽ സ്വാധീനമുള്ള 3 നേതാക്കളിൽ ഒരാളാണ് മോദിയെന്നും മോദിയുടെ കാലത്ത് വിവിധ മേഖലകളിൽ അമ്പരപ്പിക്കുന്ന പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്നും ശശി തരൂർ. ദീപികയിലെ ലേഖനത്തിലാണ് ശശി തരൂരിൻ്റെ പ്രശംസാ വിവരങ്ങളുമായി ഇപ്പോൾ സനോജ് സുരേന്ദ്രൻ ഞങ്ങളുടെ പ്രതിനിധിച്ചിരുന്നു. സനോജ്, സാധാരണ ഒരു കോൺഗ്രസ് നേതാവല്ല, ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം, പ്രവർത്തക സമിതി അംഗം, MP എന്ന നിലയിലൊക്കെയാണ് ശശി തരൂർ അടയാളപ്പെടുത്തുന്നത്. ഇത് ആദ്യമല്ല, ആവർത്തിക്കുകയാണ്. പ്രത്യേകിച്ചൊരു വാക്കല്ല, കരുതിക്കൂട്ടിയുള്ള ലേഖനത്തിൽ തന്നെ വീണ്ടും ശശി തരൂർ മോദിയെ പ്രശംസിക്കുന്നു. കോൺഗ്രസിന് മിണ്ടാട്ടവുമില്ല. സൂചിപ്പിച്ചത് വളരെ ശരിയാണ്. മുൻപ് പലതവണ മോദി സ്തുതി നടത്തിയിട്ടുള്ള ആളാണ് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ദേശീയ ലീഡർ കൂടിയായിട്ടുള്ള ശശി തരൂർ. അദ്ദേഹത്തെ വിശ്വപൗരൻ എന്ന പരിവേഷം ചാർത്തിക്കൊടുത്തതും കോൺഗ്രസ് പാർട്ടി തന്നെയാണ്. അദ്ദേഹം പല ഘട്ടങ്ങളിൽ മോദിയോടുള്ള തൻ്റെ ആരാധന പറയാതെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, കൃത്യമായി പ്രകടമാക്കിയിട്ടുമുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മറ്റൊരു ലേഖനമാണ് ദീപികയിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. മുമ്പ് അദ്ദേഹം ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയ ഒരു അഭിമുഖത്തിൻ്റെ മലയാള പരിഭാഷയാണ് ഇന്ന് ദീപികയിൽ അച്ചടിച്ചു വന്നിട്ടുള്ളത്. അതിൽ അദ്ദേഹം പറയുന്നത്, സ്വതന്ത്ര ഇന്ത്യ കണ്ട അല്ലെങ്കിൽ ഇന്ത്യയെ സ്വാധീനിച്ച 3 നേതാക്കന്മാരിൽ ഒരാളാണ് നരേന്ദ്രമോദി. ഒന്ന് ജവഹർലാൽ നെഹ്റുവാണ്, പിന്നീട് ഇന്ദിരാഗാന്ധി, അതിനുശേഷം രാജ്യത്തെ സ്വാധീനിച്ച ഒരു പ്രധാനപ്പെട്ട ആളെന്ന നിലയിൽ മോദിയെ അദ്ദേഹം നോക്കിക്കാണുകയാണ്. മാത്രമല്ല, മോദി രാജ്യത്ത് നടപ്പാക്കിയിട്ടുള്ള നടപടികൾ, വികസന പദ്ധതികളെയെല്ലാം അദ്ദേഹം വളരെ പ്രശംസിച്ചുകൊണ്ടാണ് ഈ ലേഖനത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹം പരാമർശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയപ്പെടുന്നത്, സ്വതന്ത്ര ഇന്ത്യ കണ്ട 3 നേതാക്കന്മാരിൽ പ്രധാനികളിൽ ഒരാളാണ് മോദി. അതായത് ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, നരേന്ദ്രമോദി. രാജീവ് ഗാന്ധി, മൻമോഹൻ സിംഗ് ഉൾപ്പെടെയുള്ള മറ്റ് നേതാക്കന്മാരൊക്കെ തന്നെ ഉണ്ടെങ്കിൽ കൂടിയും അവരെ ഒന്നും അദ്ദേഹം ആ ഗണത്തിൽ കൂട്ടിയിട്ടില്ല. മോദിക്കാണ് 3ാമത്തെ സ്ഥാനം കൊടുത്തിട്ടുള്ളത്. മോദിയുടെ കാലത്ത് രാജ്യം വിവിധ മേഖലകളിൽ വലിയ തോതിലുള്ള പുരോഗതി കൈവരിച്ചുവെന്ന് ഈ ലേഖനത്തിൽ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ അടിസ്ഥാന സൗകര്യം സൃഷ്ടിച്ചതാണ് ഏറ്റവും വലിയ നേട്ടം. അടിസ്ഥാന സൗകര്യങ്ങൾ രാജ്യത്ത് സൃഷ്ടിക്കുന്നതിൽ മോദി വിജയിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പരാമർശം. ഒപ്പം തന്നെ മൻമോഹൻ സിംഗിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് ബാങ്കിംഗ് മേഖലയിൽ, പരമ്പരാഗത ബാങ്കിംഗ് മേഖലയുടെ ഘടനയെ പൊളിച്ചെഴുതിക്കൊണ്ട് പുതിയ സാങ്കേതികവിദ്യ വളരെ രീതിയിൽ പ്രയോജനപ്പെടുത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഡിജിറ്റൽ സാങ്കേതികവിദ്യയെ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ശശി തരൂരിൻ്റെ മറ്റൊരു പരാമർശം. സനോജ് സുരേന്ദ്രനാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. മോദിയെ പുകഴ്ത്തുക മാത്രമല്ല, സാക്ഷാൽ ജവഹർലാൽ നെഹ്റുവിനെ മോദിയോട് ഉപയോഗിക്കുക എന്ന ദ്രോഹം കൂടി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം, ദേശീയ പ്രവർത്തക സമിതി അംഗം ശശി തരൂർ MP നടത്തിയിരിക്കുന്നു.